പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ യുഎഇയിലാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി അദ്ദേഹം ഇന്ന് അബുദാബിയിൽ എത്തിയിരിക്കുന്നു. വ്യാപാരം, ഊർജ്ജം തുടങ്ങിയ വിഷയങ്ങളിൽ യുഎഇ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും പ്രവാസി ഇന്ത്യക്കാർ, പ്രത്യേകിച്ചും മലയാളികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകൾ ഉണർത്തുന്ന ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെ കുറിച്ചുള്ള ചർച്ച ആരംഭിക്കുകയാണ്. നമ്മോടൊപ്പം എക്സ്പെർട്ട് പാനലിൽ ശ്രീ KV അബ്ദുൽ ഖാദർ MLA ചേരുന്നു. അതോടൊപ്പം BJPയെ പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് JR പത്മകുമാറുണ്ട്. മാധ്യമപ്രവർത്തകൻ ആയ ശ്രീ ഷാജൻ സ്കറിയ, മറുനാടൻ മലയാളിയുടെ എഡിറ്ററാണ്, അദ്ദേഹമുണ്ട്. ഒപ്പം ഗൾഫ് ടുഡേയുടെ ന്യൂസ് എഡിറ്റർ PP മാത്യുവിനെയും ശ്രീ ഐസക് ജോൺ, ഡെപ്യൂട്ടി ബിസിനസ് എഡിറ്റർ ഖലീജ് ടൈംസിനെയും പ്രതീക്ഷിക്കുന്നു. ശ്രീ PT കുഞ്ഞുമുഹമ്മദും നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും. ആദ്യം ശ്രീ അബ്ദുൽ ഖാദറിലേക്ക് തന്നെ. അതായത് ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രധാനമന്ത്രിയുടെ UAE സന്ദർശനത്തെ പ്രവാസികൾ നോക്കിക്കാണുന്നത്. പ്രവാസികളുടെ പല പ്രശ്നങ്ങൾക്കും മോദിയുടെ സന്ദർശനത്തോടെ പരിഹാരമാകുമെന്നും അഭിപ്രായം ഉയർന്നിട്ടുണ്ട്. എങ്ങനെ കാണുന്നു? 34 വർഷങ്ങൾക്ക് ശേഷം ഒരു പ്രധാനമന്ത്രി UAEയിൽ എത്തിയിരിക്കുന്നു. 34 വർഷത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി UAE സന്ദർശിക്കുന്നത് തീർച്ചയായും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ പ്രധാനമന്ത്രി UAEയിൽ എത്തുന്നത് അവർക്ക് സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യമാണ്. അതേസമയം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി UAEയിൽ എത്തുന്ന സന്ദർഭത്തിൽ പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് എന്ത് സമീപനം സ്വീകരിക്കും എന്നറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 15-ന് പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പ്രവാസി പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പ്രതികരിക്കുകയുണ്ടായില്ല. അതുകൊണ്ട് തന്നെ പ്രവാസികൾക്ക് വേണ്ടി പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ UAE സന്ദർശന വേളയിൽ എന്തെങ്കിലും പദ്ധതികൾ പ്രഖ്യാപിക്കുമോ എന്നറിയാനുള്ള താല്പര്യത്തിലാണ് എല്ലാവരും, പ്രവാസികൾ ഉൾപ്പെടെയുള്ള, പ്രവാസികളെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും. പ്രധാനമന്ത്രി UAEയിൽ എത്തുമ്പോൾ അദ്ദേഹം നയതന്ത്ര തലത്തിൽ, അതേപോലെ തന്നെ ഇന്ത്യയും UAEയും തമ്മിലുള്ള കച്ചവട മേഖലയിലെല്ലാം തന്നെയുള്ള കരാറുകൾ ഒപ്പിടും എന്നറിയുന്നു. തീർച്ചയായും അത് സന്തോഷപ്രദമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ സാധാരണ പ്രവാസികൾ, ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് UAEയിലെ പ്രവാസികളിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെക്കുറിച്ചാണ്. അവിടെ ഹോട്ടലുകളിൽ, കടകളിൽ പണിയെടുക്കുന്നവർ, സാധാരണ ചെറിയ കച്ചവടങ്ങളൊക്കെ നടത്തുന്ന ആളുകൾ, ഇവരുടെ പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് എന്ത് സമീപനം സ്വീകരിക്കും? ഇപ്പം അവരേറെക്കാലമായിട്ട് ആവശ്യപ്പെട്ടു വരുന്ന കാര്യങ്ങളോട് എന്താണ് ഗവൺമെൻറ്റിൻ്റെ പ്രതികരണം? 2 കാര്യങ്ങൾ ഞാൻ ഉന്നയിക്കാം. ഒന്ന്, ഇന്ത്യയുടെ സമ്പദ്ഘടനയിലേക്ക് കോടിക്കണക്കിന് ഡോളർ നൽകുന്നവരാണ് പ്രവാസികൾ. വിശേഷിച്ച് UAE ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ, തൊഴിലാളികൾ. അവരുടെ സംഭാവനയാണ് ഈ നാടിൻ്റെ കരുത്ത് എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ അവർക്ക് വേണ്ടി നമ്മൾ എന്താണ് തിരിച്ചു ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് കേന്ദ്ര ഗവൺമെൻറ് അവരുടെ വലിയ തോതിലുള്ള സംഭാവന, ഇന്ത്യയുടെ വിദേശ നാണ്യ ശേഖരത്തിലേക്ക് നൽകുന്ന ഈ വലിയ മുതൽക്കൂട്ട്, അങ്ങനെ മുതൽ കൂട്ടുന്ന ആളുകൾക്ക് ഗവൺമെൻറ് മറ്റു പല മേഖലകളിലും നൽകുന്ന പരിഗണന പ്രവാസികൾക്ക് നൽകുന്നില്ല. ഇപ്പോൾ വൻകിട കയറ്റുമതിക്കാർക്ക് നാം ഇൻസെൻറ്റീവ് നൽകുന്നുണ്ട്, മറ്റ് സബ്സിഡികൾ നൽകുന്നുണ്ട്. ഇവിടേക്ക് കോടിക്കണക്കിന് ഡോളർ, എൻ്റെ ഒരു അറിവ് വെച്ചുള്ള കണക്ക് ഞാൻ പറയുകയാണ്, 2012-13 ഇന്ത്യ രാജ്യത്തേക്ക് വന്ന പ്രവാസി പണം എന്ന് പറയുന്നത് 71 ബില്യൺ ഡോളറിന് സമാനമായിട്ടുള്ള രൂപയാണ്. വളരെ ഭീമമായ ഒരു സംഖ്യ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയിലേക്ക് മുതൽ കൂട്ടുന്ന, സംഭാവന ചെയ്യുന്ന പ്രവാസികൾക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് ഇതുവരെ ഒരു പദ്ധതിയും നടപ്പിലാക്കിയിട്ടില്ല. അത് കഴിഞ്ഞ ഗവൺമെൻറ്റുകളോടെല്ലാം പ്രവാസികൾ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. ഞാൻ ഓർക്കുന്നു, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ VP സിംഗ് അദ്ദേഹം ഒരു പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു, പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്ഷേമ പദ്ധതിയെക്കുറിച്ച്. അത് പക്ഷേ നടപ്പിലാക്കാൻ ആ ഗവൺമെൻറ് കഴിഞ്ഞില്ല. വളരെ ചുരുക്കം കാലമേ ആ ഗവൺമെൻറ് ഇരുന്നുള്ളൂ. പിന്നീട് വന്ന ഒരു സർക്കാരിനും ഒരു കേന്ദ്ര ഗവൺമെൻറ്റിനും പ്രവാസികൾക്ക് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ഷേമ പദ്ധതി നടപ്പിലാക്കാനായിട്ട് കഴിഞ്ഞില്ല. ശ്രീ വയലാർ രവി അവിദഗ്ധ തൊഴിലാളികൾക്കായിട്ട് ഒരു ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിച്ചു. പക്ഷേ അത് ഒട്ടും ആകർഷകമായിരുന്നില്ല എന്നതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് പ്രവാസികൾ ഉണ്ടായിട്ടും അതിൽ ചേർന്നത്
കേവലം 500 1000 താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ അബ്ദുൽ ഖാദർ, ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ അതിഥികളിലേക്കും ഒന്ന് എല്ലാവരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിച്ചുകൊണ്ട് നമുക്ക് ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാം. ഒരുപക്ഷേ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ ഒരുപാട് പ്രതീക്ഷകൾ മുന്നോട്ട് വയ്ക്കുന്നു. അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനം, UAE വിസിറ്റ് എന്നും അവർ പ്രതീക്ഷിക്കുന്നു. ചില പ്രവാസികളുടെ ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നമ്മൾ ഗൾഫിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഏറെ പ്രതീക്ഷകളോടെയാണ് നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തെ പ്രവാസികൾ നോക്കിക്കാണുന്നത്. അതായത് അവരുടെ എല്ലാ പ്രശ്നങ്ങളും മാത്രമല്ല, UAEയിലേക്ക് തിരിക്കുന്നതിന് മുമ്പ് നരേന്ദ്രമോദി പറഞ്ഞൊരു കാര്യം, ഇന്ത്യയുടെ വിലപ്പെട്ട സുഹൃത്താണ് UAE എന്നും. അപ്പോൾ പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും എന്നുള്ള ആ പ്രതീക്ഷ എത്രമാത്രം ഈ ഇന്നത്തെയും നാളത്തെയും നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിൽ ഗുണകരമായി ഭവിക്കും, പ്രത്യേകിച്ച് പ്രവാസി ഇന്ത്യക്കാർക്ക് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഊന്നൽ നൽകുന്ന വിഷയം. അവരുടെ അഭിപ്രായത്തിലേക്ക്. UAE ഇന്ത്യയുടെ ഏറ്റവും അടുത്ത വ്യാപാര പങ്കാളിയാണ്. അതേപോലെ ഇന്ത്യയുടെയും UAEയുടെയും വിദേശ നിക്ഷേപങ്ങളും വളരെ സമൃദ്ധമായി നടക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഈ ചർച്ചയിൽ കൂടുതൽ ഉണ്ടായേക്കാം. പക്ഷെ അതിനപ്പുറം ഇത് വ്യാപാര നിക്ഷേപ ഉടമ്പടികൾക്കപ്പുറമുള്ള ഒരു നയതന്ത്രം ഈ സന്ദർശനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണക്കാരായ ആളുകൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഈ വേനലവധിക്കാലത്തും വിശേഷ ദിവസങ്ങൾക്ക് തൊട്ടു മുമ്പും വലിയ തോതിൽ വിമാന നിരക്ക് വർദ്ധിപ്പിക്കുന്നു. അതിനെതിരെ പ്രധാനമന്ത്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ? അതുപോലെ നിക്ഷേപകർക്ക്, ചെറുകിട നിക്ഷേപകരുടെ സംരംഭങ്ങൾക്ക് സുരക്ഷിതത്വം കിട്ടുമോ? ഇത്തരം കാര്യങ്ങളാണ് തീർച്ചയായും ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ നിന്ന് സാധാരണ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ചെറുകിട നിക്ഷേപകരുടെ പ്രശ്നങ്ങൾ, അതോടുകൂടി വിമാനയാത്രാ കൂലി പ്രശ്നങ്ങൾ, ഒപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി പ്രവാസി വോട്ടവകാശം. ഒരുപാട് കാലമായി പ്രവാസികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം പ്രധാനമന്ത്രിയുടെ സന്ദർശനം എത്രമാത്രം ഗുണകരമാകും എന്ന് നമുക്കറിയില്ല. ശ്രീ ഷാജൻസ്കറിയാം, താങ്കൾ മറുനാടൻ മലയാളികളുടെ മാധ്യമ വായനാ രംഗത്ത് വളരെ സജീവമായി നിൽക്കുന്ന ഒരാളാണ്, അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാനുള്ള ഒരാളുമാണ്. എങ്ങനെ കാണുന്നു? മോഡിയുടെ സന്ദർശനത്തെ രണ്ടായി നമ്മൾ കാണേണ്ടതുണ്ട്. ഒന്ന്, മോഡിയുടെ പതിവ് പോലെയുള്ള വിദേശയാത്ര, അതിൻ്റെ പ്രസക്തി, നയതന്ത്രം, വ്യാപാരം, സംവിധാനങ്ങൾ. പക്ഷേ അതിനേക്കാൾ പ്രസക്തമായിരിക്കുന്നത് ഒന്ന് ഈ രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, ഈ ഗൾഫ് രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾക്കുള്ള രാഷ്ട്രീയപരമായ ഒരു സമീപനം, അവരുടെ മറ്റ് രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സമീപനം അറബ് രാഷ്ട്രങ്ങൾക്കുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സമീപനത്തിന് എന്ത് പ്രസക്തിയുണ്ടോ ചിന്തിക്കണം. രണ്ടാമത്തേത് പ്രവാസികളുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ ഒരു അഭിപ്രായം വളരെ പ്രസക്തമാണ്. അതായത് പ്രവാസി നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. വോട്ടവകാശം പോലുള്ളത് രണ്ടാമത്തെ കാര്യം. അതിനേക്കാൾ മുമ്പുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ, ഒന്ന്, സാധാരണക്കാരന് ഇപ്പം അവിടുത്തെ നിയമം നമ്മുടെ രാജ്യത്തെ പോലെയോ അല്ലെങ്കിൽ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ പോലെയുള്ള ഒരു ജനാധിപത്യ സംവിധാനം അല്ല അവിടെ നിലനിൽക്കുന്നത്. വ്യത്യസ്തമായൊരു നിയമ സംവിധാനം നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ പലപ്പോഴും ഇരയാകുന്നവർക്ക്, ഏതെങ്കിലും ഒരു ചെറിയ ക്രൈമിൽ ഇരയാകുന്നവർക്ക്, അല്ലെങ്കിൽ ക്രൈമിൽ അകപ്പെട്ടു പോകുന്നവർക്ക്, അല്ലെങ്കിൽ അക്യൂസ് ചെയ്യപ്പെടുന്നവർക്ക് നീതി കിട്ടുന്നില്ലാത്ത സിറ്റുവേഷൻ ആ രാജ്യത്തുണ്ട്. അപ്പം ഇങ്ങനെ അക്യൂസ് ചെയ്യപ്പെടുന്ന ആളുകളെ സംരക്ഷിക്കുന്ന സംവിധാനമുണ്ട്. അതുപോലെ തന്നെ മരിച്ചു പോകുന്ന ഒരു വ്യക്തി, ഒരാൾ വളരെ ഉപജീവനമാർഗം തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരാൾ അവിടുന്ന് അപ്രതീക്ഷിതമായി ദാരുണമായി മരണം സംഭവിച്ചാൽ ആ മൃതദേഹം നാട്ടിലെത്തിക്കുവാനുള്ള ചുമതല സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട്. വോട്ടവകാശം പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണിത്. പിന്നെ തീർച്ചയായും വിമാനയാത്ര എന്ന് പറയുന്നത് അവധിക്കാലം കിട്ടുമ്പോൾ നാട്ടിൽ വരുമ്പോൾ വലിയ നിരക്കാണ് ഇവർ ഈടാക്കുന്നത്. ഇത്തരത്തിൽ അതുപോലെ ലേബർ ക്യാമ്പിലെ അവസ്ഥ വളരെ വലിയൊരു കാര്യമാണ് മോഡി ചെയ്യുന്നത്. ലേബർ ക്യാമ്പിൽ സന്ദർശിക്കുന്നു എന്ന് പറയുന്നത്, അവിടുത്തെ ലേബർ ക്യാമ്പിലെ അവസ്ഥ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് കാണുന്നത് വലിയ കാര്യമാണ്. ഒരു പക്ഷേ പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രമാണിച്ച് സന്ദർശിക്കുന്ന ലേബർ ക്യാമ്പുകൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുമായിരിക്കും. ഇത്തരത്തിൽ പ്രവാസി നേരിടുന്ന വലിയ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെ, അതുപോലെ ചെറുകിട നിക്ഷേപത്തിൻ്റെ കാര്യം പറഞ്ഞു, അതായത് അവിടുത്തെ പ്രത്യേകതരം നിയമം അനുസരിച്ച് നമ്മളവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ളൊരു അറബിയുമായി ചേർന്നാണ് ഉണ്ടാവുന്നത്. പലപ്പോഴും ഈ അറബികൾ ഇവരെ കബളിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇത്തരം പ്രവാസി നേരിടുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. ഇത് അധികാരികളുടെ ഇടയിൽ സംസാരിക്കണം, അവതരിപ്പിക്കണം. ഒന്ന്, രണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കേണ്ടതുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ വംശീയത അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർഗീയത ഇന്ന് നമ്മുടെ മലയാളി സമൂഹത്തിൽ പ്രതിഫലിക്കുന്നത് ഈ ഗൾഫിലുള്ള രാഷ്ട്രങ്ങളിലുള്ള മലയാളികളാണ്. അവരൊരു പ്രത്യേകതരം സുരക്ഷിതത്വം അവർ ഫീൽ ചെയ്യുകയും ആ ഗൾഫ് രാഷ്ട്രങ്ങളുടെ സുരക്ഷിതത്വത്തിൽ എന്തും പറയാമെന്നൊരു ലൈസൻസ് ഉണ്ടാക്കി അത് വലിയ സ്പർദ്ധ വളർത്തുകയും ചെയ്യുന്നുണ്ട്. വാസ്തവത്തിൽ അത്തരമൊരു സന്ദേശം, പ്രത്യേകിച്ച് മലയാളികളാണ് ഈ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നത്, അത്തരമൊരു സന്ദേശം, അതായത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ അല്ലെങ്കിൽ സൗഹൃദത്തിനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത്തരത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ പോകുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുള്ള ഒരു സംവിധാനം പ്രധാനമന്ത്രി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് താങ്കൾ ശ്രദ്ധ ക്ഷണിച്ചിരിക്കുന്നത്. നമുക്ക് തീർച്ചയായും അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വംശീയ
ദേശീയവും വർഗീയവുമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന പ്രവാസികൾ. ഒരുപക്ഷേ ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദ് പ്രവാസികൾക്ക് വേണ്ടി കഴിഞ്ഞ ദശകങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സജീവമായി പ്രവാസികൾക്കിടയിൽ അവരുടെ പ്രശ്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സന്നദ്ധതയോടെ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ ഈ രാഷ്ട്രീയ സാമൂഹ്യ സംരക്ഷണം പ്രവാസികൾക്ക് എത്രമാത്രമുണ്ട്? പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇത്രയേറെ കൊട്ടിഘോഷിക്കപ്പെടുമ്പോൾ ഏതെല്ലാം രീതിയിൽ അത് പ്രവാസികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഗുണകരമായി ഭവിക്കുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ശ്രീ പി ടി. തെറ്റായ ഒരു പ്രസ്താവനയാണ്, ആരാണെന്ന് എനിക്കറിയില്ല, എനിക്ക് മുമ്പ് സംസാരിച്ച വ്യക്തി നടത്തിയതെന്നായിരിക്കുന്നു. കേരളത്തിൽ വർഗീയത വരുത്തുന്നതോ ഇന്ത്യയിൽ വർഗീയത വരുത്തുന്നതോ ഒന്നും പ്രവാസിയുടെ പണിയല്ല. മാത്രമല്ല പശ്ചിമേഷ്യ അത്തരത്തിലുള്ള ഒരു സ്ഥലവുമല്ല. പശ്ചിമേഷ്യയിൽ ഭീകരമായ വർഗീയ വൽക്കരണം നടക്കുന്നുണ്ട്. ഇന്ത്യയിലും വലിയ തോതിൽ വർഗീയവൽക്കരണം നടക്കുന്നുണ്ട്. ഫ്രാൻസിൽ പോലും വർഗീയവൽക്കരണം നടക്കുന്നുണ്ട്. അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല, അതുപോലെ തന്നെ പശ്ചിമേഷ്യയിലും അതുപോലെ തന്നെ ഇന്ത്യയിലും ഒക്കെ തന്നെ വലിയ തോതിൽ, പാകിസ്ഥാനില് അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാൻ, എല്ലാ സ്ഥലങ്ങളിലും വർഗീയവൽക്കരിക്കുക എന്നുള്ളത് സാമ്രാജ്യത്വത്തിന്റെയും മുതലാളിത്തത്തിന്റെ ഏറ്റവും പുതിയ അജണ്ടയാണ് എന്നുള്ളതാണ്. അപ്പൊ ആ അജണ്ട ഒരു കക്ഷിയാണ് മോഡി, അല്ലാതെ അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ പോക്കിലൊന്നും തന്നെ എനിക്ക് വലിയ ഒരു പ്രധാനമന്ത്രി പോകുന്നതൊക്കെ നല്ലത് തന്നെ. അദ്ദേഹം ഇപ്പൊ പോകുന്നത് ഇസ്രായേലിൽ അടുത്ത മാസത്തിൽ അദ്ദേഹത്തിന് പോകണം എന്നുള്ളത് കൊണ്ട് പോവുകയാണ്. ഇസ്രായേലിൽ അടുത്ത മാസത്തിലോ അല്ലെങ്കിൽ ഏതാനും ദിവസം ഇസ്രായേൽ സന്ദർശനം നടത്തുന്നുണ്ട്. പശ്ചിമേഷ്യൻ പൊളിറ്റിക്സിൽ തീർച്ചയായിട്ടും പെട്രോൾ ഒരു പ്രധാന ഘടകമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമേഷ്യയുമായിട്ടുള്ള ബന്ധം നിലനിർത്തുക എന്നുള്ളത് പെട്രോൾ ഡോളറിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആ നിലയിൽ ഉള്ള ഒരു പര്യടനമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഒരു സെൽഫ് പ്രൊജക്റ്റിംഗ് ആയിട്ടുള്ള ഒരു പര്യടനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ദീർഘമായ കാലമായിട്ട്, മാസങ്ങളായിട്ട് അദ്ദേഹം നടത്തുന്ന വിദേശ യാത്രകളൊക്കെ തന്നെ ഒരു സെൽഫ് പ്രൊജക്ഷന്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അവിടെ ചെന്ന് അതായത് ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ധ്വംസനം നടക്കുന്നത് ഗൾഫ് മേഖലകളിലാണ്. നോം ചോംസ്കി എന്ന് പറയുന്ന പ്രശസ്ത ചിന്തകൻ അദ്ദേഹം പറഞ്ഞു, ആധുനിക അടിമത്തത്തിന്റെ ഇത് പ്രതീകമായിട്ട് നിൽക്കുന്നത് പശ്ചിമേഷ്യയാണ്, അവിടുത്തെ തൊഴിലാളി വർഗമാണ് എന്ന് പറഞ്ഞു. അടിമത്തത്തോട് തുല്യമായ രീതിയിൽ. ഇപ്പൊ ഒരു ലേബർ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ എന്താണ്ടാവുക, ഞാൻ അവിടെ തൊഴിലാളിയായിട്ട് ജോലി ചെയ്ത ഒരാളാണ്. അവിടത്തെ ലേബർ ക്യാമ്പിലൊക്കെ ചെല്ലുമ്പോൾ അദ്ദേഹം വരുന്ന സ്ഥലത്ത് കുറച്ച് നല്ല നിലയിലൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടാവും. അവിടെ കുറച്ചും കൂടി ഒരു റീസ്ട്രക്ചർ ചെയ്ത പോലെ കാണിച്ചിട്ടുണ്ടാവും. ഇവരെയൊക്കെ വിളിച്ച് 100-300 ആളുകളെ, കുറച്ച് വർത്തമാനം പറയാൻ പറ്റുന്ന ആളുകളൊക്കെ ഈ സ്പോൺസർക്ക് അനുകൂലമായിട്ട് ഇവിടൊക്കെ നല്ല സുഖമാണ് എന്ന് പറയും. നമ്മുടെ എത്രയോ ലേബർ ക്യാമ്പുകളിൽ പോയിട്ടുള്ളതാണ്. അപ്പൊ വലിയ നേതാക്കന്മാരായിട്ട് പോകുമ്പോൾ ഇത്തരത്തിലുള്ള അവരുടെ ആളുകളും വരും, ക്യാമ്പോസ് വരും. ഇപ്പൊ തീർച്ചയായിട്ടും വലിയ സെക്യൂരിറ്റി ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ അവിടെ ചെല്ലുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്, അതുപോലെ തന്നെ അവിടുത്തെ ഷെയ്ഖുമാരാണ്. അപ്പൊ അതൊക്കെ അത്തരത്തിലുള്ള എന്താ പറയാ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതൊക്കെ. അവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മനുഷ്യാവകാശ ധ്വംസം. തിരിച്ചു വരാം. ആ വിഷയം നമുക്ക് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം BJP പ്രതിനിധിയായിട്ടുള്ള ശ്രീ JR പത്മകുമാർ നമ്മോടൊപ്പം ഉണ്ട്. ഈ ഒരു സെൽഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് വളരെയധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു അവസ്ഥ ഒരുപക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്കറിയാം, ഇന്ന് പ്രോട്ടോകോൾ വരെ ലംഘിച്ചാണ് അവിടുത്തെ ഷെയ്ഖ് എയർപോർട്ടിലെത്തി നരേന്ദ്രമോദിയെ സ്വീകരിച്ചതെന്നത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരിക്കുന്നു. ഈ വാർത്താ പ്രാധാന്യത്തിനപ്പുറത്ത് നമുക്ക് കുറച്ചുകൂടി ജനങ്ങൾക്ക്, പൊതുസമൂഹത്തിന് ഗുണകരമാവുന്ന ഫലങ്ങൾ ഇവിടെ നിന്ന് ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? അല്ല, നമ്മൾ ഒരു വിഷയത്തെ പോസിറ്റീവായിട്ട് കാണാതെ അതിനെപ്പോഴും അതിൻ്റെ നെഗറ്റീവ് വശങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്കിങ്ങനെ ചിന്തിക്കാനും അഭിപ്രായം പറയുവാനുള്ള തോന്നലുണ്ടാകുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി വിദേശ രാജ്യങ്ങളിൽ ഒരു വലിയ വാർത്തയായി, അല്ലെങ്കിൽ അവിടെ ഒരു വലിയ അംഗീകാരം കിട്ടുമ്പോൾ ഒരു ഇന്ത്യക്കാരനെന്നുള്ള നിലയിൽ നമ്മളെല്ലാം അഭിമാനിക്കുകയാണ് വേണ്ടത്. അതിന് വിരുദ്ധമായിട്ട് സെൽഫ് പ്രൊജക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇനി അടുത്ത വേറൊരു രാജ്യത്ത് പോകും അതിനെ കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് ആ രീതിയിൽ ഇതിനെ വില കുറച്ച് കാണുന്നതാണ് നമ്മുടെ സങ്കുചിതമായ ഒരു മനോരീതിയെ അതാണ് വെളിവാക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്ന് ഇന്ത്യയിൽ നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിവിധ നമ്മുടെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിലെല്ലാം പോയിട്ടുണ്ട്. സാർക്ക് രാജ്യങ്ങളുമായി നല്ല ബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, ചൈനീസ് പ്രസിഡന്റ് വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഫീലിംഗ് ഉണ്ട്, ഞാൻ ഇന്ത്യക്കാരൻ
ഇന്ത്യക്കാരനാണ് എന്നുള്ളൊരു അഭിമാനം വളരെ നെഞ്ചു നിവർത്തി എന്ന് പറയാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് എന്ന് എന്തെല്ലാം എതിർപ്പുണ്ട്, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മോഡി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. അത് മാഡിസൺ സ്ക്വയറിൽ നടന്ന അദ്ദേഹത്തിൻ്റെ പര്യടനവും അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കഴിഞ്ഞതിന് ശേഷം ഇന്ത്യക്കാർ പറഞ്ഞ കാര്യമാണ്. ഞങ്ങൾക്ക് ഇന്ത്യക്കാരാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ഒരു അഭിമാനം തോന്നുന്നു, ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഞങ്ങൾക്ക് അഭിമാനം തോന്നുന്നു, ഞങ്ങളുടെ ജീവിതം സേഫാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ഗൾഫ് UAE സന്ദർശനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരുപാട് പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പ്രശ്നങ്ങളാണ്. വലിയ പ്രതീക്ഷകൾ വെച്ചുകൊണ്ട് ഇനി നാളെ പ്രചരണം നടന്ന് മോഡി വന്നിട്ട് മറ്റേ വേറൊരു കാര്യങ്ങളൊന്നും പരിഹരിച്ചില്ല. നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അത് പരിഹരിക്കാനുള്ള ശ്രമം. ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ശ്രീ KV അബ്ദുൽ ഖാദർ MLA പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതായത് കഴിഞ്ഞ ദിവസം റെഡ് ഫോർട്ടിൽ പ്രധാനമന്ത്രി പ്രസംഗം നടത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രവാസികൾ, പ്രത്യേകിച്ച് മലയാളികൾ കുടുംബസമേതമൊന്നുമല്ല വിദേശ രാജ്യങ്ങളുള്ളത്, അവരുടെ ആശ്രിതരെല്ലാം നാട്ടിലുള്ളവരാണ്. നാട്ടിലുള്ള ആളുകളോടൊന്നും അഡ്രസ്സ് ചെയ്യാതെ വിദേശയാത്രകളിൽ എന്തെങ്കിലും രീതിയിലുള്ള ഈ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ വളരെയധികം വ്യക്തമായി കിട്ടുന്നില്ല നാട്ടിൽ. അല്ല, അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇന്ത്യയിൽ ഈ സ്വാതന്ത്ര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താ, ഞാൻ വരുമ്പോൾ എൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് വരും. കഴിഞ്ഞ ഇൻഡിപെൻഡൻസ് ഡേ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഒരു വർഷക്കാലം നടപ്പിൽ വരുത്തിയ കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞു. ഞാനൊരു കാര്യം ഈ അടുത്ത കാലത്ത് ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടത്, ഒരു വിദേശ ഇന്ത്യക്കാരൻ, ഗൾഫിലുള്ള ഒരു ഇന്ത്യക്കാരൻ, അദ്ദേഹം അതിൻ്റെ ഒരു സോഷ്യൽ മീഡിയയിലുള്ളൊരു ഇതാണ്, എൻ്റെ ജീവിതത്തിൽ ഏകദേശം 10-30 വർഷക്കാലം ഞാൻ വിദേശത്താണ്, ഒരു വർഷം പോലും എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നിട്ടില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ജീവിതം എൻ്റെ കുട്ടികൾക്കുണ്ടാവരുത്, അവർക്ക് അവരവരുടെ നാട്ടിൽ നിന്ന് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. അതൊരു വിദേശ ഇന്ത്യക്കാരൻ്റെ ഒരു ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു എഴുത്താണ്, ഒരു വാക്കാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു വർഷം പോലും ഇന്ത്യയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ കുട്ടിക്ക് ആ അവസ്ഥ ഉണ്ടാവരുതെന്ന് പറയുമ്പോൾ അവർക്ക് അവർ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. നിങ്ങൾ ഒരുപക്ഷെ പ്രവാസികളുടെ പ്രതിനിധിയായിട്ടുള്ള മാധ്യമപ്രവർത്തകർ കൂടി നമ്മുടെ ചർച്ചയിൽ ചേരുന്നുണ്ട്. നമ്മോടൊപ്പം ശ്രീ KV അബ്ദുൽ ഖാദർ MLA ഉണ്ട്. ശ്രീ അബ്ദുൽ ഖാദർ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുതരം ഷോ മാത്രമായി മാറുന്നൊരവസ്ഥയാണോ ഈ കാണുന്നത്? അതല്ലെങ്കിൽ നമുക്ക് നേരിട്ട് ഇസ്രായേലിലേക്ക് അടുത്ത വിസിറ്റ് ഉണ്ടെന്ന് പറയുന്നു ശ്രീ PT കുഞ്ഞുമുഹമ്മദ് പറഞ്ഞൊരു പോയിന്റ്. അതോടൊപ്പം പശ്ചിമേഷ്യയിലെ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ത്യ പോലുള്ള മൂന്നാം ലോക രാജ്യങ്ങൾക്ക് എണ്ണയെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഒരു ഡിപ്ലോമാറ്റിക് ഒരു യാത്രയ്ക്കപ്പുറത്ത് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ പ്രവാസികൾ നേരിടുന്ന യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ അല്ലെങ്കിൽ അദ്ദേഹം ഗൾഫിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിൻ്റെ സന്ദർശനം വഴി പ്രവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അത് പരിഹരിക്കാനുള്ള സന്നദ്ധത കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ നല്ല കാര്യമാണ്. പക്ഷേ ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശ്നം ഒന്ന്, ഞാനത് ആവർത്തിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ഇപ്പോഴും പ്രവാസി ഫ്രണ്ട്ലി അല്ല. ഒന്നാമത്തെ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ട ഒരു കാര്യം അതാണ്. ഇന്ത്യൻ പൗരന്മാർ എന്നാൽ പ്രവാസികളായിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിൽ എംബസികളിൽ വിഷയങ്ങളുമായിട്ട് ചെന്നാൽ അവരോടുള്ള പെരുമാറ്റം ഇപ്പോഴും മോശമാണ്, അവരെ പരിഗണിക്കുന്നില്ല. ഈ സന്ദർശനം വഴി ഇന്ത്യയുടെ ഇമിഗ്രേഷൻ നിയമം പരിഷ്കരിക്കണം എന്ന തോന്നൽ പ്രധാനമന്ത്രിക്കുണ്ടാകുമോ? ഉണ്ടായാൽ നന്ന്. കാരണം ഇത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ ഒരു ജാംബവാൻ്റെ കാലത്തുള്ള ഒരു ഇമിഗ്രേഷൻ നിയമമാണ് നമുക്കിപ്പോഴും ഉള്ളത്. അത് വെച്ചാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പ്രധാനമന്ത്രി ഗൾഫ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുന്ന സന്ദർഭങ്ങളിൽ അവിടുത്തെ ഇന്ത്യക്കാരുമായിട്ട് സംവദിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് തിരുത്തുമോ? ഞങ്ങൾ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന കാര്യങ്ങളാണിതൊക്കെ. വിമാനക്കൂലിയുടെ ഒരു തവണ കൂടി താങ്കളിലേക്ക് ഇപ്പോൾ തിരിച്ചു വരാം. നമ്മോടൊപ്പം ഗൾഫ് ടുഡേയുടെ ന്യൂസ് PP മാത്യു ഗൾഫിൽ നിന്ന് ചേരുന്നു. ശ്രീ PP മാത്യു, പ്രത്യേകിച്ചും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ വേളയിൽ ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രത്യേകിച്ച് പ്രവാസി മലയാളികൾ ഒരുപക്ഷെ അവിടുത്തെ ജനസമൂഹത്തിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം വരുന്നത്ര പോപ്പുലേഷനുള്ള പ്രവാസികൾ ഇന്ത്യക്കാർ, അവരുടെയൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിട്ട് കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ എത്രമാത്രം ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം കൊണ്ട് ഗുണം ഭവിക്കും? ശ്രീ PP മാത്യു. അത് അങ്ങനെ ഒരു സമഗ്രമായ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ 34 വർഷത്തിന് ശേഷം പ്രധാനമന്ത്രി വരിക എന്ന് പറയുമ്പോൾ അത് വളരെ ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഒരു സന്ദർശനം. അദ്ദേഹത്തെ വളരെ രാജകീയമായി തന്നെ അബുദാബിയിൽ സ്വീകരിച്ചു.
ഇന്നത്തെ സംഭവത്തിന് ശേഷം നാളെ 40,000-ത്തിലധികം 48,000-ഓളം ഇന്ത്യക്കാരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ സമൂഹത്തിലെ ഒരു ക്രോസ് സെക്ഷനുമായിട്ട് ഇപ്പൊ ഇന്ന് തന്നെ സമൂഹത്തിലെ നേതാക്കന്മാരെന്ന് പറയാവുന്ന ചില ആളുകൾ, ശ്രീ VR ഷെട്ടിയെ പോലുള്ള ആളുകൾ അദ്ദേഹത്തെ കണ്ടു. ലേബർ ക്യാമ്പിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 100-300 പേർ അദ്ദേഹത്തെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ തലങ്ങളിലും ഒന്ന് സ്പർശിച്ചു പോയി ഒരു കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാൻ ഉള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നു എന്നുള്ളത് തീർച്ചയായും ഒരു ശുഭപ്രതീക്ഷയ്ക്ക് വക നൽകുന്നൊരു കാര്യമാണ്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ലേബർ ക്യാമ്പിൽ ലേബറേഴ്സുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനാണ്. കാരണം ഇവിടെ വരുന്ന ഒരു നേതാക്കന്മാരും തിരിഞ്ഞു നോക്കാത്ത ഒരു വിഭാഗമാണ് ഈ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സാധാരണ തൊഴിലാളികൾ. ഇത് ഈ 26 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളിൽ ഏകദേശം പകുതിയോളം വരുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അവിദഗ്ധ തൊഴിലാളികൾ, അർദ്ധവിദഗ്ധ തൊഴിലാളികൾ, ഇങ്ങനെയുള്ളവർ. അപ്പൊ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കാൻ വേണ്ടി അബുദാബിയിലെ ഒരു വലിയ ലേബർ ക്യാമ്പിൽ അദ്ദേഹം ഇന്ന് പോവുകയും 100-300 തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളുമായി അദ്ദേഹം ഇടപെടുകയും ചെയ്യുന്നുണ്ട്. അവർക്ക് ഇത്രയും ഭംഗിയായി അവരുടെ കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു വേദി ഇനി ഒരിക്കലും ഇന്നുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളതൊരു സത്യമാണ്. കാരണം ഇവിടെ നയതന്ത്ര കാര്യാലയങ്ങൾ പോലും സാധാരണക്കാരെ, ഇന്ത്യക്കാരെ തിരിഞ്ഞു നോക്കാറില്ല. അവിടെ കയറി ചെന്നാൽ നമുക്ക് കിട്ടുന്ന സ്വീകരണം വളരെ മോശമാണ്. ഒരു ഇടത്തരക്കാർക്കായാലും അത് താഴെക്കിടക്കാർക്കായാലും ഇന്ത്യൻ കോൺസുലേറ്റിന്റെയും എംബസിയുടെയും വാതിലിന്റെ പുറത്ത് ശിക്ഷക്കാരെ പോലെ നിൽക്കേണ്ടി വന്നിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചോദിച്ചോട്ടെ, ഒരു വിഷയം താങ്കളുടെ കൂടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് കേരളത്തിൽ വലിയ സംരംഭങ്ങൾ, വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്മാർട്ട് സിറ്റി, അതുപോലെ കൊച്ചിൻ പോർട്ട്, അതെല്ലാം വഴിയിൽ തങ്ങിക്കിടക്കുകയാണ്. യാതൊരു രീതിയിലുള്ള പുരോഗതിയും ഉണ്ടായിട്ടില്ല. അത് എനിക്കിപ്പോ അതിനെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു അവസ്ഥയല്ല. കാരണം അതിനകത്ത് കുറെ കൂടി സാമ്പത്തികമായ വിഷയങ്ങളുണ്ട്. പിന്നെ കേരള ഗവൺമെന്റിന്റെയും ദുബായ് ഗവൺമെന്റും തമ്മിലുള്ള, അല്ലെങ്കിൽ ടികോം തുടങ്ങിയ കമ്പനികളുമായിട്ടുള്ള ഇടപെടലുകളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്. അത് ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങളുമായിട്ട് അത് ബന്ധപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞത് ഈ സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ഒരു ശ്രദ്ധയുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ്. കാരണം സാധാരണക്കാരാണ് ഇവിടെയുള്ള ഇന്ത്യക്കാരും കൂടുതൽ ആളുകളും. ഈ സ്മാർട്ട് സിറ്റി തുടങ്ങിയ വിഷയങ്ങളിൽ പല വേർഷൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അത് അവിടുത്തെ കേരള ഗവൺമെന്റിന്റെ അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉണ്ടായ കാലതാമസമാണ് എന്നൊക്കെയുള്ള പല വിഷയങ്ങളുണ്ട്. അത് വിരൽ ചൂണ്ടുന്ന വേറൊരു പ്രശ്നമുണ്ട്. പക്ഷെ കാരണം നിക്ഷേപകരെ ആകർഷിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മോദിക്കുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം പോയിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അതിനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. ഇവിടെ അബുദാബിക്കാണെങ്കിൽ വളരെ $800 ബില്യൺ സർപ്ലസ് ഫണ്ടുണ്ട്. ഈ നിക്ഷേപകർ വരുമ്പോൾ ഇന്ത്യ അവർക്ക് ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ എന്താണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട്. ദുബായ് വേൾഡ് ഇന്ത്യയിൽ പല പ്രമുഖങ്ങളുടെയും ചുമതല വഹിക്കുന്നുണ്ട്, കൊച്ചി ഉൾപ്പെടെ. അവിടെ എല്ലാം തൊഴിൽ സമരങ്ങൾ, അതുപോലെ മറ്റു പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തടസ്സങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒട്ടേറെ പ്രയാസങ്ങൾ നിക്ഷേപകർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യയെ കുറിച്ച് എപ്പോഴും എല്ലാ കാലത്തുമുള്ള ഒരു പരാതിയാണ്. അപ്പൊ അത്തരം പ്രശ്നങ്ങൾ ഇന്ത്യ ഗവൺമെന്റ് ആണ് പരിഹരിക്കേണ്ടത്. UAE ഗവൺമെന്റിന് ഇതിലൊന്നും ചെയ്യാനില്ല. ഇവിടെ വന്ന് ഇന്ത്യക്കാരുമായിട്ട് ഇടപെടുമ്പോൾ അദ്ദേഹം ഇതെല്ലാം കേട്ട് മനസ്സിലാക്കുകയും അത് ബന്ധപ്പെട്ടവരുടെ ഇടയിൽ അടുത്ത ശ്രദ്ധയിൽപ്പെടുത്തുകയും നടപടികൾ എടുക്കുകയും ചെയ്യുന്നു എന്ന് പ്രതീക്ഷിക്കാം. വളരെ നല്ലത്. താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ ഷാജൻ സ്കറിയ, ഇപ്പോൾ ഈ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന 2-3 വിഷയങ്ങൾ, അതായത് പ്രത്യേകിച്ച് ഈ പറഞ്ഞല്ലോ, അതായത് ഈ എമിഗ്രേഷൻ നിയമം പരിഷ്കരിക്കപ്പെടാതെ കിടക്കുന്നു എന്നുള്ളൊരു വിഷയം. ഒരുപാട് സാധാരണക്കാരായ ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടുന്നുണ്ട്. നയതന്ത്ര കാര്യാലയങ്ങളിൽ വേർതിരിവുകൾ ഉണ്ടാവുന്നു. കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായ നിലപാടുകൾ എടുക്കാത്തതിൻ്റെ ഭാഗമായി ജനങ്ങൾ ബുദ്ധിമുട്ടിലാവുന്നു. അതോടൊപ്പം തന്നെ ഗൾഫിൽ നിന്ന് സംരംഭങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതിൻ്റെ എവിടെയും എത്തിപ്പെടാതെ കിടക്കുന്ന ഒരു സാഹചര്യം കൂടെ നിലനിൽക്കുകയും ചെയ്യുന്നു. ആ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചൊന്നും ഇത് ഈ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ കുറേ മാറ്റങ്ങൾക്കുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഇപ്പം ഉദാഹരണത്തിന് പ്രവാസികൾക്ക് ഇപ്പം OCI, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം ഈ അടുത്ത കാലത്തുണ്ടായ ഒരു പരിഷ്കാരമാണ്. അപ്പം ഇതങ്ങനെ തൊടാതെ ബ്രിട്ടീഷുകാരുടെ കാലം പോലെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം, നമ്മൾ സ്വാതന്ത്ര്യത്തിന് തൊട്ടിറങ്ങി നമ്മളുണ്ടാക്കിയ ഇമിഗ്രേഷൻ നിയമങ്ങൾ അങ്ങനെ
ഒരു തൊടായ്മയൊന്നും നടന്നിട്ടില്ല. ഞാൻ പറഞ്ഞ ഒരു മാറ്റമില്ലായ്മയും നടന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വോട്ടവകാശത്തിന് വേണ്ടിയിട്ടുള്ള മാറ്റം നടക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ വിസ ഓൺ അറൈവൽ, ഇതെല്ലാം ഇമിഗ്രേഷൻ നിയമങ്ങൾക്ക് ഒരു മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ പ്രധാനമായിട്ടും ഈ ഇമിഗ്രേഷൻ നിയമങ്ങളെക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വമുള്ള ഒരാൾ, അതായത് എംബസികളുടെ പ്രഥമമായ കടമയെന്ന് പറയുന്നത്, അതായത് കോൺസുലേറ്റുകളുടെ എംബസികളുടെ പ്രഥമമായ കടമയെന്ന് പറയുന്നത് ഇന്ത്യക്ക് വെളിയിൽ കഴിയുന്ന ഇന്ത്യൻ പൗരത്വമുള്ള ഒരു മനുഷ്യനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സാധാരണക്കാരനെ സെർവ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഈ ഇന്ത്യയിലെ വെളിയിൽ കഴിയുന്ന ഇന്ത്യൻ. പക്ഷെ അത് ഇവർ ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് വളരെ വികസിത രാജ്യമായ ബ്രിട്ടൻ, ഞാൻ ബ്രിട്ടനിലെ ലണ്ടനിലെയും ബെർമിംഗ്ഹാമിലെയും കോൺസുലേറ്റുകളിൽ പലതവണ പോയിട്ടുണ്ട് ഞാൻ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഞാൻ അത്ഭുതത്തോടെ മനസ്സിലാക്കുന്നത് അവിടെ ഇരിക്കുന്ന ഇംഗ്ലീഷ് അറിയാവുന്നവർ പോലും അവിടെ ഇരിപ്പില്ല. നമ്മുടെ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യയിലുള്ള സ്വാധീനമുള്ള, അതായത് നോർത്ത് ഇന്ത്യയിലെ എന്താ പറയുക, ഈ ബ്യൂറോക്രസിക്ക് സ്വാധീനമുള്ള ആളുകളാണ് അവിടെ ക്ലർക്കായിട്ട് വന്നിരിക്കുന്നത്. ഇവർ മലയാളത്തിൽ, നമുക്ക് മലയാളം അറിയത്തുള്ളൂ അല്ലെങ്കിൽ ഇംഗ്ലീഷ് അറിയാം, പക്ഷേ ഇവരെ ഈ ഹിന്ദിയിൽ മാത്രം സംസാരിക്കുന്നു അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന പ്രവണതയുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ പാസ്പോർട്ട് കാണാതെ പോകുന്നു, അല്ലെങ്കിൽ വിസയുടെ പേപ്പർ ഇങ്ങനെയുള്ള അതിഭീതിതമായ പീഡനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര മാഫിയകളായിട്ട് കണക്റ്റഡ് ആണ്. ഞാനൊരു കേസിൽ ഇടപെട്ടൊരു കാര്യം, ഒരു ബോഡി കൊണ്ടുവരണമെങ്കിൽ എംബസിയിൽ നിന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് തരണമെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ഫ്യൂണറൽ ഡയറക്ടറേറ്റ് നമ്മൾ ബോഡി ഏൽപ്പിക്കണം. നമ്മൾ വെളിയിൽ കൊടുത്താൽ നമുക്ക് 1 ലക്ഷം രൂപ കുറവുണ്ട്, പക്ഷേ ഇവർ പറയുന്നിടത്ത് 1 ലക്ഷം രൂപ കൂടുതലാണ്. അവരെ ഏൽപ്പിച്ചാൽ മാത്രം. ഈ ലണ്ടനിൽ കഴിഞ്ഞ സംഭവം. അപ്പം പാവപ്പെട്ട, അത് ലണ്ടനിലുള്ള ഒരുവിധം നല്ല ജോലിയുള്ള ആളുകളാണ് ഓർക്കണം, പ്രവാസികൾ, അവിടെ ബ്രിട്ടീഷ് പൗരത്വമുള്ളവരും. പക്ഷേ അപ്പോൾ ഗൾഫിലെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. അതിഭീതിതമായി പാവപ്പെട്ടവനാണ്, അവന് വായിക്കാൻ മലയാളം അല്ലാതെ ഒന്നും അറിയത്തില്ലാത്തവനാണ്. വളരെ ഒരു പോയിന്റാണ് അതൊരു പോയിന്റ്, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് താങ്കൾ പറഞ്ഞു വരുന്നത് വടക്കേ ഇന്ത്യക്കാരുടെ കൂടുതൽ ഈ അപ്രമാദിത്വം ഇത്തരം നയതന്ത്ര കാര്യാലയങ്ങളിൽ. നമ്മോടൊപ്പം നമ്മുടെ ഗൾഫ് പ്രതിനിധി ശ്രീ എം അഷ്റഫ് ചേരുന്നു. ശ്രീ അഷ്റഫ്, നരേന്ദ്രമോദിയുടെ ഇന്നത്തെയും നാളത്തെയും ഗൾഫ് സന്ദർശനം, പ്രത്യേകിച്ച് UAE അബുദാബിയിലും ദുബായിലുള്ള സന്ദർശനം, മലയാളികൾ, പ്രത്യേകിച്ച് കൈരളിയുടെ പ്രേക്ഷകരെല്ലാം ഏത് രീതിയിലാണ് അതിനൊക്കെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് അവിടെ നിന്നുള്ള ഫീഡ്ബാക്ക്? ശ്രീ എം അഷ്റഫ്. പ്രദീപ്, ഇത് UAE എന്ന് പറയുന്നത് ഇന്ത്യയുടെ 3ാമത്തെ വാണിജ്യ പങ്കാളിയാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ ഏകദേശം $75 ബില്യൺ വ്യാപാരമാണ് ഓരോ വർഷം നടത്തിയിട്ടുള്ളത്. അതിപ്പോൾ കുറഞ്ഞിട്ട് $59 ബില്യൺ കുറഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണം സ്വർണത്തിന്റെ മേൽ ഉണ്ടാക്കിയ ഇറക്കുമതിയിൽ ഉണ്ടാക്കിയ നികുതിയാണ്. അമേരിക്കയും യൂറോപ്യൻ യൂണിയനു പകരം ഇന്ത്യ ആയിരിക്കണം ഏറ്റവും വലിയ വാണിജ്യ പങ്കാളി എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനൊരു പ്രത്യേകിച്ച് കാരണം ഗുജറാത്തികളാണ് തുടക്കത്തിൽ, അതായത് പ്രവാസത്തിന്റെ തുടക്കത്തിൽ, അതിന് മുമ്പ് ബ്രിട്ടീഷ് ഗൾഫൊക്കെ ഉണ്ടായ സമയത്ത് ഇന്ത്യൻ രൂപയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഗുജറാത്തിൽ നിന്ന് വന്ന ബനിയാൻ വിഭാഗങ്ങളായിരുന്നു ഇവിടെ വാണിജ്യം നടത്തിയത്. അതുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്ക് വളരെ സാമ്പത്തികമായി വളരെയേറെ കഴിവുണ്ട്. ഡയമണ്ട് ഒക്കെ ഇവിടെ ഇറക്കുമതി ചെയ്യുന്നത് അവരാണ്. അങ്ങനെ നമ്മൾ അറിയാത്ത വലിയ കോടാനുകോടീശ്വരന്മാർ അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാണിജ്യ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന, ഗുജറാത്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങളിൽ തന്നെ ഉണ്ടാവും. ഇതിന് ഏറ്റവും പ്രധാനം 34 വർഷത്തിന് ശേഷം ഒരു പ്രധാനമന്ത്രി വരുന്നത് കൊണ്ട് തന്നെ ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ തന്നെ ഇവിടെ ഒരു ഇന്ത്യക്കാർ മുഴുവൻ വളരെ സന്തോഷത്തിലാണ്. കാരണം ഞങ്ങൾക്ക് അനാഥരായ ഞങ്ങൾക്ക് ഒരാൾ വന്നു എന്ന തോന്നൽ വരുന്നുണ്ട്. അതിന് രാഷ്ട്രീയം നോക്കിയിട്ട് കാര്യമില്ല. ഇത് ഈ 34 വർഷമായിട്ട് ഒരു 10 വർഷം ഭരിച്ച മൻമോഹൻ സിംഗ് ഇവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അദ്ദേഹം പാർലമെന്റിൽ പറഞ്ഞത് ഗൾഫ് ചോദിച്ചോട്ടെ. അതായത് നമുക്കിപ്പോൾ ഗൾഫ് ടുഡേയുടെ ന്യൂസ് എഡിറ്റർ ശ്രീ PP മാത്യു അഭിപ്രായം പറയുന്നതിനിടയിൽ പറഞ്ഞു, സമഗ്രമായ ഇമ്പാക്റ്റ് ഒന്നും ഈ സന്ദർശനം കൊണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ്. അല്ല, അങ്ങനെ കരുതുന്നതിൽ തെറ്റുണ്ട്. കാരണം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ഇവിടെ വരുമ്പോൾ ഇന്ത്യക്കാരായ ആളുകൾക്ക് അതൊരു ആശ്വാസവും സന്തോഷമാണ്. കാരണം ഞങ്ങളുടെ ഒരാൾ വരുന്നു. കാരണം ഇവിടെയുള്ള മാധ്യമങ്ങൾ മുഴുവൻ കൊടുക്കുന്ന രീതി അങ്ങനെയാണ്. അതിനുശേഷം അദ്ദേഹം ലേബർ ക്യാമ്പ് പോകുന്നുണ്ട്, കോർപ്പറേറ്റുകളായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തന്നെ അതിന് ഗുണപരമായ സംഭവം ഉണ്ടാവോ ഇല്ലേ എന്നതിന് ശേഷം മാത്രമേ ഇത്തരം ഒരു തീർച്ചയായും നല്ല വശങ്ങൾ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. താങ്കളുടെ പ്രൊഫഷണലിസത്തെ നമ്മൾ അംഗീകരിക്കുന്നു. പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. BJPയുടെ പ്രതിനിധി അഭിപ്രായപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിക്കാൻ സമയമാവുന്നേ ഉള്ളൂ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നാട്ടിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഇമ്പാക്റ്റ് ഇല്ല എന്നുള്ള അഭിപ്രായമാണ് MLA നമ്മളോട് പങ്കുവച്ചത്. ശ്രീ അബ്ദുൽ ഖാദർ, താങ്കൾക്ക് അവസരം തരാം. അബ്ദുൽ ഖാദർ, താങ്കൾ പറഞ്ഞ കുറേ പോയിന്റുകളിൽ ഈ ആധുനിക അടിമത്തം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ഏറ്റവും അധികം കഷ്ടപ്പെടുന്ന തൊഴിലാളികളെക്കുറിച്ചുള്ള വിഷയം നമ്മുടെ ചർച്ചയ്ക്ക് വന്നു. അതോടൊപ്പം താങ്കൾ ഉയർത്തിക്കൊണ്ടുവന്നൊരു വിഷയം, എമിഗ്രേഷൻ നിയമങ്ങളിലെ പഴക്കം ചെന്ന എമിഗ്രേഷൻ നിയമങ്ങൾ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. പ്രധാനമന്ത്രിയെ പോലെ ഒരാൾ ഗൾഫിലെത്തുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട മറ്റ് ചില കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ സർവോന്മുഖമായ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി പ്രതീക്ഷിക്കാവുന്നത് കൂടിയാണ്. അതേസമയം
പ്രധാനമന്ത്രിയുടെ നിരന്തരമായ വിദേശ യാത്രകൾ പലതും ആവിയായി പോകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതിനാൽ പലരും ഒരു പ്രതീക്ഷയും വെക്കുന്നുമില്ല. എങ്ങനെ കാണുന്നു? അല്ല, ഇത് പ്രധാനമന്ത്രി വിദേശത്ത് സന്ദർശനം നടത്തുമ്പോൾ അതിന് നയതന്ത്ര തലത്തിൽ പ്രാധാന്യമുണ്ട്, അതിന് ബിസിനസ് മേഖലയിൽ പ്രത്യേകതയും പ്രാധാന്യമൊക്കെ ഉണ്ട്. ഞാനതൊന്നും നിഷേധിക്കുന്നില്ല. ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ പ്രവാസികൾ കാലങ്ങളായി കേന്ദ്ര ഗവൺമെൻറ് ചെയ്യണം എന്നാവശ്യപ്പെടുന്ന വിഷയങ്ങളോട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എങ്ങനെ പ്രതികരിക്കും എന്ന ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഇവിടെ ആരും മറുപടി പറഞ്ഞായിട്ട് ഞാൻ കേട്ടില്ല. അത് BJPയുടെ പ്രതിനിധിയാവട്ടെ, അതേപോലെ തന്നെ ശ്രീ ഷാജൻ സ്കറിയ ഉൾപ്പെടെയുള്ള ആരും അതേക്കുറിച്ച് മറുപടി പറഞ്ഞില്ല. മാത്രമല്ല, ശ്രീ ഷാജൻ സ്കറിയ പറഞ്ഞത് ഇമിഗ്രേഷൻ നിയമത്തിൽ എന്താ ഒരു കുഴപ്പമെന്നാണ്. അദ്ദേഹം ഈ കാര്യം വേണ്ടത്ര പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം 1922 ഉണ്ടാക്കിയ ഇമിഗ്രേഷൻ നിയമം, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ നിയമം 1983 ഇന്ത്യ ഗവൺമെൻറ് പേര് മാറ്റി. പക്ഷേ അതിൻ്റെ കാതലായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റം വരുത്തിയിട്ടില്ല. ആ മാറ്റം വരുത്താത്തത് കൊണ്ടാണ് ശ്രീ ഷാജൻ ചൂണ്ടിക്കാണിച്ച ഈ അവഗണന പ്രവാസികൾ നേരിടുന്നത്. ഇന്ന് നിലവിലുള്ള ഇമിഗ്രേഷൻ നിയമം അനുസരിച്ച് ഇന്ത്യയുടെ നയതന്ത്ര കാര്യാലയങ്ങൾ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവാസികളോട് നന്നായി പെരുമാറേണ്ട ബാധ്യതയൊന്നുമില്ല. അവരുടെ വെൽഫെയർ നോക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് പ്രവാസികളുടെ വെൽഫെയർ നോക്കുന്ന ഒരു നിയമം, ഒരു പ്രവാസി നിയമം ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന ആവശ്യം ഞങ്ങളെല്ലാം നിരവധി വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പ്രവാസികളുടെ സങ്കടങ്ങൾ കാണാൻ വേണ്ടി പോയ ഈ സാഹചര്യത്തിൽ അതിൽ മാറ്റം വരുത്തുമോ എന്ന ചോദ്യത്തിന് മറുപടി ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ പ്രവാസികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്ര നിയമം ഉണ്ടാക്കുമോ അതിനും മറുപടി നൽകേണ്ടതുണ്ട്. 3, ഗൾഫ് സെക്ടറിലുള്ള ആളുകളോട് നിരന്തരമായി കാണിക്കുന്ന വിവേചനം, ഗൾഫ് വിമാന ടിക്കറ്റിൻ്റെ കാര്യത്തിൽ അതിൽ മാറ്റം വരുത്തുമോ എന്ന പ്രശ്നം, ഇവയ്ക്കെല്ലാം മറുപടി നാം കാത്തിരിക്കുകയാണ്. അപ്പം അദ്ദേഹം ചെല്ലുമ്പോഴേക്ക് ഇതെല്ലാം പ്രഖ്യാപിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ വിഷയങ്ങൾ കണ്ടുകൊണ്ട് അദ്ദേഹം തിരിച്ചറിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സർക്കാർ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നിമിഷം നമുക്കൊന്ന് തിരിച്ചു വരാം. ശ്രീ ഐസക് ജോൺ ചേരുന്നു നമ്മോടൊപ്പം ഗൾഫിൽ നിന്ന്. അദ്ദേഹം ഖലീജ് ടൈംസിൻ്റെ ഡെപ്യൂട്ടി ബിസിനസ് എഡിറ്ററാണ്. ഒരുപക്ഷെ ഇന്ന് നരേന്ദ്രമോദി UAE ഇറങ്ങിയപ്പോൾ, അബുദാബിയിൽ എത്തിയപ്പോൾ ആദ്യത്തെ അഭിമുഖം നടത്തിയ മാധ്യമപ്രവർത്തകൻ കൂടിയാണ് ശ്രീ ഐസക് ജോൺ. ശ്രീ ഐസക് ജോൺ, ഈ താങ്കൾ ബിസിനസ് എഡിറ്റർ എന്ന രീതിയിൽ നരേന്ദ്രമോദിയുടെ ഈ ഗൾഫ് വിസിറ്റ്, പ്രത്യേകിച്ച് UAE, അബുദാബി, ദുബായ് സന്ദർശനങ്ങൾ എത്രമാത്രം ഇന്ത്യക്ക് ഗുണകരമായി ഭവിക്കുമെന്നാണ് കാണുന്നത്? ഇത് വളരെ ചരിത്ര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിസിറ്റാണ്. ഞാൻ ഒരു ചെറിയ തിരുത്തലുണ്ട്. ഞാൻ ഇന്നലെ അദ്ദേഹത്തിന്റെ ഡൽഹി ചെന്നാണ് ഇന്റർവ്യൂ ചെയ്തത്. അദ്ദേഹം വരുന്നതിന് മുൻകൂട്ടിയായിട്ട് ന്യൂഡൽഹി ചെന്നാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ചെയ്തത്. അതിപ്പം പിന്നെ പ്രൈം മിനിസ്റ്റർ തന്നെ അത് ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരു റീട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മില്യൻസ് അത് വാച്ച് ചെയ്തിട്ടുണ്ട് അത് പുള്ളിയുടെ ഇന്റർവ്യൂ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അദ്ദേഹം ഈ സന്ദർശനത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ UAE അതോറിറ്റീസും വളരെ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പിന് ശേഷമാണ് ഈ ഇന്ത്യയെ പോലെയുള്ള പവർഫുൾ നേഷന്റെ ഒരു ലീഡറിനെ അവർക്ക് ഇവിടെ സന്ദർശിക്കാനായിട്ട് കിട്ടിയത്. വളരെ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കാൻ സാധ്യതയുണ്ട്. അതിൽ പ്രത്യേകിച്ചും ഈ ടെററിസത്തിനെതിരെയുള്ള ഒരു സംയുക്ത സംരംഭത്തിന് തുടക്കം കുറിക്കാനുള്ള ഒരു സെക്യൂരിറ്റി പാക്ട് ഇവിടെ ഈ ഒരു സന്ദർശനത്തിൽ അദ്ദേഹം സൈൻ ചെയ്യുന്നതാണ് UAE. ഇന്ത്യ UAE ജോയിന്റ് ആക്ഷൻ അഗെയിൻസ്റ്റ് ടെററിസം ആൻഡ് എക്സ്ട്രീമിസം, അതിനുവേണ്ടിയുള്ള ഒരു സംരംഭം. അങ്ങനെ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അങ്ങനെ UAE-യും ഇന്ത്യയും തമ്മിലുള്ള ഇതുവരെ നിലനിന്നിരുന്ന വാണിജ്യ വ്യാപാര ബന്ധത്തിന് ഉപരിയായിട്ട് ഒരു പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ആൻഡ് ഇന്റലിജൻസ് തലത്തിലേക്ക് ആ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമായ രീതിയിൽ വളർത്താനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതുകൂടാതെ UAE-ന്ന് ധാരാളം ഇൻവെസ്റ്റേഴ്സിന് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ ഉള്ള ഒരു ശ്രമം ശ്രീ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന്റെ ഒരു ഉദ്ദേശങ്ങളൊന്നും അതാണ്. കാരണം ഇന്ത്യയിലെ വേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി $1 ട്രില്യൺ ആണ് ആവശ്യം അടുത്ത 10 വർഷത്തേക്ക്. അതിലൊരു നല്ലൊരു പങ്ക് UAE-യിലെ സോവറിൻ വെൽത്ത് ഫണ്ടിൽ കൂടി സമാഹരിക്കാൻ ഒക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് ഇന്നത്തെ ആദ്യത്തെ ദിവസത്തെ സന്ദർശനം തന്നെ തുടക്കം അതിന്റെ മേജർ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അബുദാബി ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി, ലോകത്തിലെ ഏറ്റവും വലിയ സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ ഒന്നാണ് അബുദാബി നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് അതോറിറ്റി.
ആദിയ എന്ന് പറയും. അതിന്റെ ഹെഡായ ഷെയ്ഖ് ഹംദാനുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച പ്രൈം മിനിസ്റ്റർ ഇന്ന് ഈ ദിസ് ഈവനിങ്ങിൽ നടത്തും. ഏറെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണത്. ശ്രീ ഐസക് ജോൺ, ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ദുബായ് സർക്കാർ തന്നെ അല്ലെങ്കിൽ UAE ഗവൺമെന്റ് തന്നെ മുൻകൈ എടുത്ത് ഇന്ത്യയിൽ നിക്ഷേപങ്ങൾക്ക് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തുടക്കം കുറിച്ചതാണ്. പക്ഷേ അതത്രമാത്രം ഒരുപക്ഷെ റിസഷൻ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും കൊച്ചിൻ പോർട്ടും സ്മാർട്ട് സിറ്റി എല്ലാം ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ കേരളത്തിൽ തന്നെ വന്നിട്ടും എവിടെ എത്താതെ കിടക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ UAE-യിലുള്ള നിക്ഷേപകർക്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതിനെ കുറിച്ച് വളരെയേറെ ആശങ്കയുണ്ട്. UAE-യിൽ നിന്ന് വന്ന MR ഏറ്റവും വലിയൊരു ഡെവലപ്പറാണ്. MR, നഖീല്, അതേപോലെ തന്നെ DP വേൾഡ്, ഇവർക്കെല്ലാം തിക്ത അനുഭവങ്ങളാണ് ഇന്ത്യയിൽ കിട്ടിയത്. കാരണം ഇന്ത്യയുടെ മാറി മാറി വരുന്ന ടാക്സേഷൻ റൂൾസ് അതവരെ വളരെ അലട്ടി. നിങ്ങൾക്കൊക്കെ അറിയാം, വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അതുമൂലമാണ് പലരും ഇന്ത്യയിലേക്ക് വരാൻ വൈമനസ്യം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഈ ഒരു ആൾക്കാരുടെ ഇടയിൽ, ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ഈ ഭയാശങ്കകൾ മാറ്റാനായിട്ട് നരേന്ദ്രമോദി ഈ വിസിറ്റിൽ ഊന്നൽ കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത് എന്താണ്? ഇന്ത്യയിലെ നിയമങ്ങൾക്ക് സ്ഥിരതയുണ്ടാകും. ടാക്സേഷൻ നിയമങ്ങളിൽ എപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് ഞങ്ങൾ കംപ്ലീറ്റ് പ്രൊട്ടക്ഷൻ ഗ്യാരണ്ടി തരാം എന്നാണെന്ന സന്ദേശമാണ് അദ്ദേഹം കൊടുക്കുന്നത്. അതിന് മുന്നോടിയായിട്ട് കഴിഞ്ഞ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റി BIPA എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തിരുന്നു. അപ്പൊ അതുമൂലം കുറച്ചൊരു വിശ്വാസം റീസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ഈ പ്രൈം മിനിസ്റ്ററുടെ ഈ ഒരു വരവോടുകൂടി വളരെ വളരെ കൂടുതൽ ഒരു വിശ്വാസം ഇൻവെസ്റ്റേഴ്സിൽ ചെലുത്താൻ കഴിയും. അത് തന്നെയാണ് അദ്ദേഹം ഇന്നലെ ഞാനുമായിട്ടുള്ള അഭിമുഖത്തിൽ പ്രതീക്ഷിച്ചതാണ്. തീർച്ചയായും താങ്കളുടെ ഈ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളോട് പങ്കുവച്ച ആ നിർദ്ദേശങ്ങളും എല്ലാം സ്വീകരിക്കുന്നു. വളരെയധികം നന്ദി. ഒപ്പം ശ്രീ JR പത്മകുമാർ, നമുക്കറിയാം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര വികാരം ഉണ്ടെങ്കിൽ പോലും ഏറെ സന്തോഷവാന്മാരാണ് പ്രവാസികൾ. പക്ഷേ പ്രധാനമന്ത്രി തന്നെ മുന്നോട്ട് വയ്ക്കുന്ന ഒരുപാട് കാര്യങ്ങൾ താങ്കൾ പറഞ്ഞല്ലോ. ഇത് വരാൻ പോകുന്ന പ്രോഗ്രസ് കാർഡിനെ കുറിച്ച്, മേക്കിംഗ് ഇന്ത്യ എന്ന് പറഞ്ഞ ആ ഒരു പ്രോജക്റ്റ്, ഇതുണ്ടെങ്കിൽ ഈ പ്രവാസികൾ ആരും മറുനാടുകളിൽ പോയി കഷ്ടപ്പെടാൻ താല്പര്യപ്പെട്ടു പോകുന്നവരൊന്നുമല്ല. സ്വന്തം രാജ്യത്ത് നിൽക്കക്കള്ളിയില്ലാതെ പോകുന്നവരാണ്. അവർക്ക് തിരിച്ചു വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നതാണ്. നമുക്ക് ഇന്ത്യയിലുള്ള അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ അവസാനം പറഞ്ഞ പത്രപ്രവർത്തനം പറഞ്ഞൊരു കാര്യം, ഇന്ത്യയിൽ പോളിസി സെർട്ടനിറ്റി ഇല്ല, അഡ്വോക്കിസമാണ്. ഓരോ സമയത്തും ഓരോ നയം ടാക്സിനെ സംബന്ധിച്ച് ഒരു ഇതാണ്. അപ്പോൾ അതിലൊരു പോളിസി പാരാലിസിസ് ഉണ്ട്, പോളിസി ഒരു സ്റ്റെബിലിറ്റി വേണം, സെർട്ടനിറ്റി വേണം. അത് മോഡി അതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എമിഗ്രേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പഴയ ജാമ്പവാന്റെ കാലത്തൊക്കെ. ഇന്ത്യയിൽ ഈ പല നിയമങ്ങളും കാലഹരണപ്പെട്ട നിയമങ്ങളാണ്. ആ നിയമങ്ങൾ മാറ്റണം. ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഇതിനുള്ള ശ്രമമാണ് ഈ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഇതിന് അനുകൂലമായൊരു സാഹചര്യമല്ല ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്നും പ്രത്യേകിച്ചും പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. 2, പ്രവാസികൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. അതല്ല, ഞങ്ങളുടെ ശ്രമമാണ് ഞങ്ങൾ പറയുന്നത്. ഈ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച് ഇപ്പോൾ വിദേശകാര്യ വകുപ്പിന് ഒരു പ്രത്യേക പോർട്ടൽ കണ്ട് മോർട്ടം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊരു ലിങ്ക് ഉണ്ട്. അതിനകത്ത് നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വിദേശകാര്യ വകുപ്പ് എംബസിയുമായി ബന്ധപ്പെട്ട ഡെഡ് ബോഡി തിരിച്ചു കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതേപോലുള്ള നിരവധി പ്രശ്നങ്ങളുണ്ട്. പിന്നെ വേറെ കാര്യം പ്രധാനപ്പെട്ടത്, ഇന്ത്യയിൽ വിദേശത്ത് നിന്ന് ഇവിടെ നിക്ഷേപം വരുന്നതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള നമ്മുടെ ഇന്ത്യക്കാർ ഇന്ന് പുറത്തേക്ക് പോകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ വേണം. കേരളത്തിൻ്റെ അത്ര പോലും ജനസംഖ്യ ഇല്ലാത്ത രാജ്യങ്ങളിൽ പോയി കേരളത്തിലെ ഇൻവെസ്റ്റേഴ്സ് പോയി എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു? രവിപിള്ള ആയാലും ഗഫാർ മുഹമ്മദ് ആയാലും മറ്റേ യൂസഫ് അലി ആയാലും എങ്ങനെ പോകുന്നു? കാരണം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്താൽ അവരെ നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ശ്രീ ഐസക് ജോൺ ചൂണ്ടിക്കാണിച്ച പോലെ ഒരു പ്രധാനപ്പെട്ട ടെററിസത്തിനെതിരായുള്ള ഒരു ട്രീറ്റ് ഒപ്പിടാൻ പോകുന്നു പ്രധാനമന്ത്രി UAE ഗവൺമെന്റും തമ്മിൽ. നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ള ശ്രീ KV അബ്ദുൽ ഖാദർ MLA, താങ്കൾക്ക് തിരക്കുണ്ടെന്നറിയാം, എങ്കിൽ പോലും പ്രവാസികളുടെ പല പ്രശ്നങ്ങളും നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുകയുണ്ടായി. പ്രധാനമന്ത്രി ഇപ്പോൾ UAE-യിലുണ്ട്. അദ്ദേഹം നാളെ ആയിരക്കണക്കിന് ആളുകളെ ദുബായ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അഭിസംബോധന ചെയ്യാൻ പോവുകയാണ്. ഒട്ടേറെ പുതുമകളുണ്ടെന്ന് തന്നെ സമ്മതിക്കേണ്ടി വരുമ്പോൾ പോലും നമ്മുടെ പ്രതീക്ഷകൾ പല വിഷയങ്ങളിലും പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയുടെ അപ്പുറത്തേക്കൊന്നും നമ്മളൊന്നും ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ പോലും എവിടെയാണ് നഷ്ടപ്പെടുന്നത്? അല്ലെങ്കിൽ ഈ നമ്മൾ പറയും ഇച്ഛാശക്തി ഇല്ലാതെ പോകുന്ന സർക്കാരിൻ്റെ ചില നടപടിക്രമങ്ങൾ പലപ്പോഴും നയപരമായ തീരുമാനങ്ങൾ എടുക്കാനും സാധാരണ ജനങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാതിരിക്കാനും സാധിക്കുന്നു. അങ്ങനെ ഇതും ഈ ഒരു വിസിറ്റും ഇങ്ങനെ മുങ്ങിപ്പോകുമോ? പ്രത്യേകിച്ചും
ടെററിസത്തിനെതിരെ ഒരു ട്രീറ്റി ഒപ്പിടാൻ പോകുന്നു എന്നറിഞ്ഞു. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഭീഷണിയായി നിലനിൽക്കുന്ന ഭീകരർ ഒരുപക്ഷെ ദാവൂദ് ഇബ്രാഹിമോ അല്ലെങ്കിൽ മറ്റു പല ആളുകളും ഇപ്പോഴും സ്വൈരമായി വിഹരിക്കുന്നത് UAE-യിലാണ്. അല്ല, സാധാരണ പ്രവാസികളും ഭീകരതയും തമ്മിലൊന്നും യാതൊരു ബന്ധവുമില്ല. ഇപ്പം ഭീകരതയ്ക്കെതിരായിട്ടൊരു കരാർ ഒപ്പിടട്ടെ, അതിലെന്താ ആർക്കാ വിരോധം? പക്ഷെ അത് പ്രവാസികളെ ബാധിക്കുന്ന, സാധാരണ പ്രവാസികളെ ബാധിക്കുന്ന, പ്രവാസികളിലെ മഹാഭൂരിപക്ഷം ആളുകളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല. അത് ഇടട്ടെ ഇടാതിരിക്കട്ടെ, അത് ഗവൺമെൻറ്റിൻ്റെ അധികാരമാണ്. തീർച്ചയായും അത്തരമൊരു കരാർ ഉണ്ടാവുകയാണെങ്കിൽ നല്ലത്. ഞാൻ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം എന്താകും, പ്രവാസികളുടെ പ്രതീക്ഷകൾ സഫലമാകുമോ, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് തന്നെ നാം കാതോർക്കേണ്ടി വരും. ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിന് ഇച്ഛാശക്തി ഉണ്ടോ എന്നറിയാൻ ഏതാനും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും. കാരണം അദ്ദേഹം അവിടെ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ തന്നെ കാത്തിരിക്കുന്ന പ്രവാസി ഇന്ത്യക്കാരോട് സംസാരിക്കുമ്പോൾ ഈ നേരത്തെ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിലെല്ലാം പ്രവാസികൾക്ക് അനുകൂലമായ പ്രഖ്യാപനം നടത്തുമോ? അതൊരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം ലഭിക്കണമെങ്കിൽ ഏതാനും മണിക്കൂറുകൾ കാത്തിരുന്നാൽ മതി. തീർച്ചയായും നമുക്ക് നമ്മൾ ആ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായി ശ്രീ ഷാജൻ സ്കറിയ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ച കാര്യങ്ങളിൽ മിസ്സായിട്ടുണ്ടെന്ന് കരുതുന്നത് പ്രവാസി മലയാളികൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോലും ഈ പ്രവാസ രാജ്യങ്ങളിലേക്ക് ഇപ്പോഴും കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ളവർ കയറ്റി വിടുന്നൊരു സംഭവം നിൽക്കുന്നുണ്ട്. നഴ്സുമാർ ഒരുപാട് തട്ടിപ്പിന് വിധേയരാകുന്ന ഒരുപാട് പേർ, ഇപ്പോഴും ഇന്റർപോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിമിനലുകൾ ഇപ്പോഴും വിദേശത്തുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ഈ പറഞ്ഞ വിമാനയാത്രാ കൂലിയിലെ ചൂഷണം, അത് നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തിട്ടില്ല ഇന്നത്തെ ചർച്ചയിൽ. ഒപ്പം ടെററിസത്തിൽ മേമനും ദാവൂദ് ഇബ്രാഹിമും ഒക്കെ അവിടെ ഉണ്ട്. മാത്രമല്ല IS-ന്റെ ഭീഷണി വന്നിട്ടുണ്ട് ഇന്ത്യക്ക്, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇന്ത്യയെ കീഴടക്കുമെന്നുള്ള രീതിയിൽ. ഒരു പക്ഷേ ഗൾഫ് റീജിയൻ ഈ ടെററിസത്തിന് കൂടി വേദിയാവുന്ന ഒരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണോ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ വേറൊരു തലം? വളരെ പ്രധാനപ്പെട്ട ഒരു നിഗമനമാണ് പ്രതിവേദ്. അതായത് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെ ടെററിസത്തിൻ്റെ ഇരകളാകുന്നതിൽ നിന്ന് മാറി നിൽക്കുമായിരുന്നു. ടെററിസത്തിൻ്റെ ഇരകളായിരുന്നത് യൂറോപ്പിലെയും അമേരിക്കയും ഇന്ത്യയും അടക്കമുള്ള രാജ്യങ്ങളായിരുന്നു. ആ ടെററിസത്തിൻ്റെ ഇരകളാവുന്ന ഒരു സംവിധാനത്തിലേക്ക് അറബ് രാഷ്ട്രങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ടെററിസ്റ്റുകളുമായി ഒരു 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 എന്താ പറയുക, അവരെ ഇല്ലാതാക്കണമെന്നൊരു ആഗ്രഹം ഈ ഗൾഫ് രാഷ്ട്ര തലവന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അജിത് ഡോവലുമായിട്ട് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. കാരണം ഈ കാര്യത്തെ ഡീൽ ചെയ്യാനായിട്ട് ഏറ്റവും മിടുക്കനായ ഇന്ത്യക്കാരനാണ് അജിത് ഡോവൽ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായി ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു സന്ദർശനത്തിന് ശേഷം ഭീകരവാദമെന്ന് പറയുന്ന ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നിൽ വലിയ ഒരു വ്യതിയാനം, ഒരു നാഴികക്കല്ലായി തന്നെ ചില ധാരണകളുണ്ടാകും ഞാൻ വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചൊരു വലിയ ഇഷ്യൂ ഉണ്ട്, നമ്മൾ കാണാതെ പോകുന്ന ടെററിസം ഒന്നുമല്ല എങ്കിൽ പോലും ഇന്ത്യയിൽ നിന്ന് പോയി കഴിഞ്ഞ് അറബ് രാഷ്ട്രങ്ങൾ സുരക്ഷയിരുന്നുകൊണ്ട് ചില രാജ്യദ്രോഹപരമായ നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. അത്തരം കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യപ്പെടുകയും നിയന്ത്രണം ഉണ്ടാവുകയും ഞാൻ വിശ്വസിക്കുന്നത് ഈ ഡോയലിൻ്റെയും മോദിയുടെയും സന്ദർശനത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ, ചില നേർരേഖകൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ? അല്ല, ഈ ഡിഫൻസ് ഇപ്പോൾ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നടപടികൾ നമ്മൾ വളരെ ശക്തമായി എടുക്കും. അത് അവരുടെ സഹകരണത്തോടുകൂടി എടുക്കും. 2003 NDA ഗവൺമെൻറ്, ആദ്യ ഗവൺമെൻറ്റാണ് ജോയിൻറ്റ് ഡിഫൻസ് കോഓപ്പറേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയത്. അതിനുശേഷം നടപടികൾ ഉണ്ടായിട്ടില്ല. അത് പുനർജീവിപ്പിച്ചുകൊണ്ട് വളരെ ശക്തമായ നടപടി ഈ മേഖലയിലെ സമാധാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് തീവ്രവാദത്തിനെതിരായ ശക്തമായൊരു നിലപാട് ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ശ്രീ KV അബ്ദുൽ ഖാദർ MLA പറഞ്ഞ പോലെ ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൻ്റെ പരിണിത ഫലം അല്ലെങ്കിൽ അതിൻ്റെ ഗുണഫലം എന്താണെങ്കിലും നമുക്ക് അറിയാൻ സാധിക്കും. ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ KV അബ്ദുൽ ഖാദർ MLA, അതോടൊപ്പം അഡ്വക്കേറ്റ് JR പത്മകുമാർ BJP നേതാവാണ്, ശ്രീ ഷാജൻ സ്കറിയ മറുനാടൻ മലയാളി, ശ്രീ PP മാത്യു, ശ്രീ PT കുഞ്ഞുമുഹമ്മദ്, ഐസക് ജോൺ, ഒപ്പം ശ്രീ EM അഷ്റഫ്. വളരെയധികം നന്ദി.